സിറാജ് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്കൂൾ കലോത്സവ മാപ്പിളപ്പാട്ട് വേദിയിൽ നിന്ന് ഒരു പഴയ താരം നമുക്കൊപ്പം ചേരുകയാണ്. നേരത്തെ നിരവധി തവണ സംസ്ഥാന കലോത്സവത്തിലൊക്കെ മത്സരിച്ചിട്ടുള്ള SSFന്റെ സാഹിത്യോത്സവങ്ങളിൽ ഒരു കാലത്ത് സ്ഥിരമായി മത്സരിച്ചിരുന്ന പ്രവാസി സാഹിത്യോത്സവമായ RSC സാഹിത്യോത്സവിലെ കലാപ്രതിഭയൊക്കെ ആയിട്ടുള്ള ഇടുക്കിയിൽ നിന്നുള്ള മുഹമ്മദ് റാഫി ജൗഹരി. റാഫി, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ മത്സരങ്ങൾ കാണാമെന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ പരിശീലിപ്പിച്ച കുട്ടികളുടെ പങ്കെടുക്കുന്നുണ്ടോ? നമ്മുടെ ദറസിലെ, ഇടുക്കിയിലെ ഖാദിസിയ ദറസ്, അവിടുത്തെ വിദ്യാർത്ഥി മുഹമ്മദ് ഉമൈർ ഹൈസ്കൂൾ വിഭാഗം മാപ്പിളപ്പാട്ടിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളാണ് അവന്റെ പരിശീലകൻ? അവനെ കുറച്ചൊക്കെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. കൂടുതലും അവൻ തന്നെ പഠിച്ചതൊക്കെയാണ്. നിങ്ങൾ ഏതൊക്കെ ഇയറിലാണ് സാഹിത്യോത്സവത്തിൽ ഉണ്ടായിരുന്നത്? ഞാൻ ഒരു 2005 ശേഷം തുടർച്ചയായ എല്ലാ വർഷങ്ങളിലും സംസ്ഥാന സാഹിത്യോത്സവത്തിൽ മത്സരിച്ചിരുന്നു. 2002, 2003, 2004 വർഷങ്ങളിൽ സ്കൂൾ കലോത്സവങ്ങളിൽ മത്സരിച്ചിരുന്നു. ഇടുക്കി ജില്ലയിൽ സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ചിരുന്നു. 2015 RSC സൗദി നാഷണൽ സാഹിത്യോത്സവ കലാപ്രതിഭയായിരുന്നു. ഓ, വെരി ഗുഡ്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ അന്നത്തെ കാലം ഇന്നത്തെ കാലം? ഇപ്പൊ കുറെ കാലം കടന്നുപോയി, ഇപ്പൊ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അന്നത്തെ മത്സരങ്ങൾ ഇന്നത്തെ മത്സരങ്ങളൊക്കെ നോക്കുമ്പോ എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ? പഴയ പാട്ടുകളാണെങ്കിലും ഇത്രത്തോളം പാട്ടുകളൊന്നും അന്ന് രംഗത്തില്ലായിരുന്നു. ഒരു പാട്ടുകൾ തന്നെ കുറെ അധികം ആളുകൾ പാടുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും വ്യത്യസ്തമായ പാട്ടുകളാണ് പാടുന്നത്. ഓരോ തവണയും ഓരോരുത്തരും മത്സരിക്കുമ്പോഴും വ്യത്യസ്തമായ പാട്ടുകൾ കേൾക്കാൻ കഴിയുന്നു. അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തന വിരസത എന്ന് പറഞ്ഞ സംഭവം അതൊന്നില്ല അല്ലെ? അല്ല, ഓരോ കുട്ടികളും പുതിയ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അവര് നല്ലപോലെ കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് വേറെ ഒരു ഗുണമുണ്ട്, ഒരുപാട് പുതിയ പാട്ടുകൾ പിറക്കുന്നുണ്ട്. പുതിയ പാട്ടുകൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ നമുക്കൊരു പാട്ട് പാടാം, ആ പഴയ കാലത്തൊക്കെ ഓർത്തുകൊണ്ട് നല്ലൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. മതിരകപ്പതിവാകൻ വിധി തേടി മതമതജും ഇതം വിണ്ട് നീജം നിണ്ട് ചതുർപ്പകമേ മതി തങ്കപ്പൂകൾ തിങ്കൾ നബിനോടും ചിതമൊളി നെഞ്ചം നിറച്ചുച്ച താരം വെച്ചിട്ടടർക്കളമേ പൊടു പൊടുമക്കോടു ചൂടൽകൾ പെടുപടി പാടുമെത്തിര ഓടുമെത്തിര ചൂളമെത്തിര ആളുമെത്തിര എരിപ്പൊരി മറൈന്താടി തക താങ്കുതാളം വിളി കൊമ്പുമേളം ധ്വനികളും ഇടം മുന്നിട്ടിടവേ വിഷം വീടും ജീകം വീടും രണ്ട് കൊണ്ട് നീളം ദേ രണ്ടകമുണ്ട് താമതിമി ചണ്ടുമുരണ്ട് തകൃതിമിൽ തടുതുടു സുരമിലേ. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പുതിയ വരുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? അവരെ മത്സരങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് പറയാനുള്ളത്? ഇല്ല, അവര് നമ്മളെക്കാളും അപ്ഡേറ്റഡ് ആണ്. ഇപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നമുക്കില്ല. പക്ഷെ അവർ നമ്മളെക്കാളും കൂടുതൽ അതിനുവേണ്ടി നല്ല ഹാർഡ് വർക്കിംഗ് ആണ് തോന്നുന്നില്ലേ ഇപ്പൊ കുട്ടികള്? എല്ലാവരും നല്ല വർക്ക് ചെയ്ത് നല്ലപോലെ പഠിച്ചിട്ടാണ് പാടുന്നത്. കൂടുതൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമുക്കില്ല. നമ്മൾ ഈ പഴയ ഡിക്ഷണറി വെച്ച് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവാത്ത സ്ഥിതിയാണ്. അതെ 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 അതെ. മത്സരങ്ങളൊക്കെ കണ്ടോ? നമ്മളെ മാപ്പിളപ്പാട്ട് വേദിയിലൊക്കെ കുറെ നേരം ഇരുന്നോ? കുറെ നേരം ഇരുന്ന് മത്സരങ്ങളൊക്കെ കണ്ടു. എങ്ങനെയുണ്ട് നിലവാരമൊക്കെ? നല്ല നിലവാരമുള്ള മത്സരങ്ങളാണ്. പണ്ടൊക്കെ മാപ്പിളപ്പാട്ട് ഇപ്പൊ സ്റ്റേറ്റ് ലെവലിലൊക്കെ മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ജില്ലാ തലത്തിന്റെ നിലവാരം ഒന്നും ഉണ്ടാവാറുണ്ടായിരുന്നില്ല. ഇപ്പം പക്ഷെ കുട്ടികളൊക്കെ നന്നായി അപ്ഡേറ്റഡ് ആയി പഠിച്ചൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. അതെ അതെ അതെ, തീർച്ചയായും നല്ല മത്സരങ്ങൾ കാണാൻ കഴിയും, നല്ല പാട്ടുകൾ കേൾക്കാൻ കഴിയും, നല്ല അവതരണങ്ങൾ. എന്തുകൊണ്ടും വളരെ മികച്ച രീതിയിലാണ് ഇപ്പോൾ കലോത്സവവും സാഹിത്യോത്സവവും ഒക്കെ പോകുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ സന്തോഷം, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സൈൻ ഓഫ് ബൈ സയ്യിദ് അലി ശിഹാബ് വിത്ത് ക്യാമറ പേഴ്സൺ മുഹസിൻ മുഹമ്മദ്. Waytonikah.com, the exclusive Muslim matrimonial site.